പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുആദ് ഇബ്നു അനസുൽ ജുഹ്നി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ട കേൾക്കേണ്ട ഹദീസാണ്. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത്, ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അന്ന റജുലൻ സഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ മുജാഹിദീന അഅ്ളമു അജ്റൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്? ഏറ്റവും കൂടുതൽ നന്മ ആർക്കാണ് ലഭിക്കുക? അതേപോലെ തന്നെ അടുത്ത ചോദ്യം, ഫഅയ്യു സ്വാഇമീന അക്സറു അജ്റ, നബിയെ, നോമ്പ് നോൽക്കുന്ന ആളുകളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? ഹദീത്തിൽ പറയുന്നുണ്ട്, സുമ്മ ദക്കറ സ്വലാ വസ്സകാ വൽ ഹജ്ജ് വസ്സദഖ. അയാൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, നമസ്കരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? സ്വദഖ നൽകുന്ന കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? സകാത്ത് നൽകുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? ഹജ്ജ് ചെയ്യുന്നവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യത്തിനെല്ലാം മറുപടിയായിക്കൊണ്ട് പറഞ്ഞൊരു വാചകം, റസൂലുള്ളാഹി പറഞ്ഞു, ആ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ അക്സറുഹും ലില്ലാഹി ദിക്റ, അക്സറുഹും ലില്ലാഹി ദിക്റ. ആരാണോ ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അള്ളാഹുവിനെ ദിക്ർ എടുക്കുന്നത്, അവരാണ് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ആളുകൾ.